ഹലോ എവ്രി വൺ, വെൽക്കം ടു എയ്സ് ആപ്പ്. ഇന്ന് നമ്മൾ അസ്ഥിവ്യവസ്ഥയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അസ്ഥിവ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു സ്ട്രക്ചർ തരാൻ വേണ്ടിയിട്ടും നമ്മളെ നടക്കാനും അതുപോലെ ചലിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അസ്ഥിവ്യവസ്ഥ, അല്ലേ? ബോൺസ് ആണ് അതിൽ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ അസ്ഥിവ്യവസ്ഥയുടെ കുറച്ച് ഫാക്റ്റ് നോക്കൂ. ഓസ്റ്റിയോളജി എന്നാണ് നമ്മൾ അസ്ഥികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചിനെ പറയുന്നത്, അല്ലേ? ഓസ്റ്റിയോളജി എന്ന് പറയും. മനുഷ്യ ശരീരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന ആളുടെ കേസിലാണെങ്കിൽ 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ കാണാം. ഓക്കെ, നമ്മുടെ തലയിൽ മുതൽ കാല് വരെ ടോട്ടൽ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 206 ആണ്. പക്ഷേ കുട്ടികളുടെ അസ്ഥിയാണ് എക്സാമിന് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 300 ആയിരിക്കും എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, സാധാരണ നമ്മൾ വിചാരിക്കും വലുതാവും തോറും നമ്മുടെ സൈസ് കൂടുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എല്ലുകളുടെ എണ്ണം കൂടുകയല്ലേ വേണ്ടത് എന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ എല്ലിൻ്റെ കാര്യത്തിൽ കുട്ടികളാവുന്ന സമയത്ത് 300 അസ്ഥികളും പിന്നീട് നമ്മൾ വളരുന്നതിനനുസരിച്ച് ചില അസ്ഥികൾ ഫ്യൂസ് ചെയ്യും, ജോയിൻ ചെയ്തിട്ട് ഒരെണ്ണമായിട്ട് മാറുകയാണ്. അങ്ങനെ എണ്ണം കുറഞ്ഞ് 206 എണ്ണമാണ് ഇപ്പം നമ്മുടെ കേസിൽ ഉണ്ടാവുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി, കുറേ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഏറ്റവും വലിയ അസ്ഥി എന്നറിയപ്പെടുന്നത് തുടയെല്ല്, ഫീമർ എന്നാണ് പേര്. ഫീമർ, തുടയെല്ലാണ് ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. സ്റ്റീപ്പിസ് എന്ന് പറയും. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കട്ടി കൂടിയ അല്ലെങ്കിൽ ബലം കൂടിയ അസ്ഥി എന്നറിയപ്പെടുന്നത് നമ്മുടെ കീഴ്ത്താടിയെല്ലാണ്, ലോവർ ജോബോൺ എന്നറിയപ്പെടുന്ന കീഴ്ത്താടിയെല്ല്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ. കീഴ്ത്താടിയെല്ലാണ് ഏറ്റവും കട്ടി കൂടിയത് അല്ലെങ്കിൽ ബലം കൂടിയതായിട്ട് കണക്കാക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ആളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇയാളെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇയാളെക്കുറിച്ച് ഇവിടെ 2 കളറായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അല്ലേ. ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പേർപ്പിൾ കളറും ഒരു പിങ്ക് കളറിലും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അസ്ഥികൂടത്തിന്, മനുഷ്യാസ്ഥികൂടത്തിന് 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഈ സെൻറ്ററിൽ കാണിച്ചിട്ടുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, ആ സെൻറ്റർ പോർഷനെ നമ്മൾ പറയുന്നത് അക്ഷാസ്ഥികൂടം എന്ന് പറയും. ഓക്കെ, ഈ സെൻറ്ററിൽ കാണിക്കുന്ന ആ പേർപ്പിൾ കളറിലുള്ള ഭാഗം ഫുള്ളായിട്ട് നമ്മൾ പറയുന്നത് അക്ഷാസ്ഥികൂടം എന്നാണ് പറയാം. ഓക്കെ, ഇനി അക്ഷാസ്ഥികൂടത്തിൽ നിന്ന് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ. ഇങ്ങോട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്, താഴത്തോട്ട് 2 കണക്ഷൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തിനെ, ബാക്കി ആ പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടി നമ്മൾ വിളിക്കുക അനുബന്ധാസ്ഥികൂടം എന്ന് വിളിക്കും. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിയത് എന്താണ്? അനുബന്ധാസ്ഥികൂടം. ഓക്കെ, അനുബന്ധിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ, അതിൻ്റെ കൂടെ ഉള്ളത് അക്ഷാസ്ഥികൂടത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളൊരു പേരിലാണ് അനുബന്ധാസ്ഥികൂടം എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അക്ഷാസ്ഥികൂടത്തിൽ നമ്മുടെ തലയുടെ ഭാഗങ്ങൾ, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ഈ വയറിൻ്റെ താഴെ വരെയുള്ള ഭാഗങ്ങളാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. അനുബന്ധാസ്ഥികൂടത്തിൽ നമ്മുടെ കയ്യ്, കാല്, ഇടുപ്പ്, തോളല് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് വരിക. അപ്പം നമ്മളോട് എക്സാമിന് ചോദിക്കാറ് ഇതിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, നമുക്ക് ടോട്ടൽ 206 അസ്ഥികളാണ് ഉള്ളത്. ഈ നമ്പർ കൂട്ടുമ്പോൾ കിട്ടണം. ഓക്കെ, അതിനുവേണ്ടി അക്ഷാസ്ഥികൂടത്തിൽ ആകെ 80 അസ്ഥികളാണ് കാണപ്പെടുന്നത്. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 80ഉം അനുബന്ധാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 126ഉമാണ്. ഓക്കെ ആണോ? 80ഉം 126ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 206 എന്നുള്ളൊരു നമ്പർ നമുക്ക് കിട്ടും. ഓക്കെ, അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളും അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളുമാണ് കാണുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് 206 അസ്ഥികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്ഷാസ്ഥികൂടത്തിൽ ഈ 80 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് എങ്ങനെ കിട്ടുന്നു, അനുബന്ധാസ്ഥികൂടത്തിൽ ഈ 126 എങ്ങനെയാണ് കിട്ടിയത് എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, അക്ഷാസ്ഥികൂടത്തിന് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരാണെങ്കിൽ ആക്സിയൽ സ്കെലറ്റൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ആക്സിയൽ സ്കെലറ്റൻ, ദാറ്റ് മീൻസ് ദ പേർപ്പിൾ കളർ. ഈ പേർപ്പിൾ കളറിൽ കാണിക്കുന്നതാണ് ആക്സിയൽ അല്ലെങ്കിൽ അക്ഷാസ്ഥികൂടം. അക്ഷാസ്ഥികൂടത്തിൽ പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. 4 ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയേ. സ്കള്ള്, നമ്മുടെ തലയോട്ടി വരുന്നുണ്ട്. സ്കള്ള് വരുന്നത് അക്ഷാസ്ഥികൂടത്തിലാണ്. തലയോട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ തല, നമ്മുടെ ഫേസ്, കഴുത്തിൻ്റെ ഭാഗം,
ചെവി, ഇതെല്ലാം കൂടെ കൂട്ടിയത് ഇത്രയും പോർഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ തലയോട്ടി എന്നുള്ള ഒരു ടേം ഉദ്ദേശിക്കുന്നത് കേട്ടോ. തലയോട്ടിയിൽ മൊത്തത്തിൽ കാണുന്നത്, ഇത്രയും ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നത് 29 അസ്ഥികളാണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 29 അസ്ഥികളെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് സ്റ്റേണം എന്നറിയപ്പെടുന്ന മാറെല്ല് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നെഞ്ചിൻ്റെ ഈ ഒരു ചെസ്റ്റിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അസ്ഥി ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ ചെസ്റ്റിൽ കാണുന്ന അസ്ഥിയാണ് മാറെല്ല് അല്ലെങ്കിൽ സ്റ്റേണം. മാറെല്ല് എന്നാണ് പറയുക നെഞ്ചിൽ ഈ നടുക്ക് കാണുന്നത്. ഓക്കെ, അതായത് ഈ കാണുന്ന അസ്ഥിയാണ് മാറെല്ല് എന്ന് പറയുന്നത്. മാറെല്ല് ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ, ഒറ്റൊരെണ്ണം. മാറെല്ല് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് മാറെല്ലിൻ്റെ 2 സൈഡിലേക്കായിട്ട് കണ്ടോ ഒരു കൂടുപോലെ ആക്കി വെച്ചേക്കുന്നത്, അതാണ് നമ്മുടെ റിബ്സ് അല്ലെങ്കിൽ വാരിയെല്ല് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിക്കാം. 24 അസ്ഥികളാണ് വാരിയെല്ലിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഈ സൈഡിൽ 12 എണ്ണം, ഈ സൈഡിൽ 12 എണ്ണം. ഓക്കെ, ഇവിടെ 12 എണ്ണം കാണുന്നുണ്ട്, ഇവിടെ 12 എണ്ണം കാണുന്നുണ്ട്. അതാണ് വാരിയെല്ലുകൾ. ഇനി അടുത്തത് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. നട്ടെല്ല് എവിടെയാണ് കാണുന്നത്? നട്ടെല്ല് എവിടെയാണ് കാണുക? മുന്നിലാണോ കാണുന്നത്? അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പിറകിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതാണ് നട്ടെല്ല്. ഇപ്പോൾ പിറകിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ല് ഇങ്ങനെ ബലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നട്ടെല്ലിൽ 26 അസ്ഥികളാണ് കാണുന്നത്. 26 അസ്ഥികൾ. അപ്പോൾ ടോട്ടൽ എത്രയാണെന്നൊന്ന് കൂട്ടി നോക്കിയേ. മാത്സുകാരൊന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് മാത്സിൽ കണക്ക് കൂട്ടാൻ അറിയണ്ടേ? തലയോട്ടി, മാറെല്ല്, വാരിയെല്ല്, നട്ടെല്ല് ഇതെല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 80. എത്ര എണ്ണം കിട്ടുമടാ? 80 എന്നുള്ള നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ 80 അസ്ഥികളാണ് നമ്മുടെ അക്ഷാസ്ഥി കൂടത്തിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം. അപ്പോൾ ആ 80 എന്ന നമ്പർ എങ്ങനെയൊക്കെ വന്നു മനസ്സിലായോ? തലയോട്ടിയിൽ 29, സ്റ്റേണം മാറെല്ലിൽ 1, വാരിയെല്ലുകൾ 24, നട്ടെല്ലിൽ 26 അസ്ഥികൾ. ക്ലിയർ ആണോ? അപ്പം ഞാൻ ഇതിൽ തലയോട്ടിയിൽ 29 എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും, 22 അല്ലേ മിസ് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും തലയോട്ടിയിൽ 22 അസ്ഥികൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ആ ഡൗട്ട് ഒഴിവാക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇവിടെ നമ്മുടെ തലയോട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഫുള്ള് തലയിലുള്ള കാര്യങ്ങളാണ്. അതായത് കപാലത്തിൽ, മുഖാസ്ഥി, ചെവിയിൽ, തൊണ്ടയിൽ ഇതെല്ലാം കൂട്ടിയിട്ടാണ് 29 എന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൽ നിന്ന് ചെവിയിലുള്ളതും കഴുത്തിലുള്ളയും അസ്ഥികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 22 അസ്ഥികളാണ് ഇത്രയും ഭാഗത്ത് മാത്രം, ഈ തലയുടെയും ഈ മുഖത്തും മാത്രമായിട്ട് വരിക. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ മൊത്തം തല നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 29 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ക്രേനിയൽ ബോൺസ്, അതായത് കപാലം, നമ്മുടെ മസ്തിഷ്കം പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഒരു അസ്ഥി നിർമ്മിത ആവരണമാണ് കപാലം. കപാലത്തിൽ മാത്രമായിട്ട് 8 അസ്ഥികളാണ് കാണുക. ഫേഷ്യൽ ബോൺസ്, അതായത് മുഖാസ്ഥികൾ, നമ്മുടെ മുഖത്തിനൊരു ഷേപ്പൊക്കെ കൊടുക്കുന്ന ഫേഷ്യൽ ബോൺസ് 14 എണ്ണം ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ 22 എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ചെവിയൊക്കെ ഒഴികെ നമുക്കിത് ഇത്രയും ഭാഗം മാത്രം. ഇനി ഹയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു പോർഷനിൽ കാണുന്ന ഫ്ലോട്ടിംഗ് ബോൺ എന്നറിയപ്പെടും കേട്ടോ. ജസ്റ്റ് ഒരു ടേം ഓർത്ത് വെക്കുക, ഫ്ലോട്ടിംഗ് ബോൺ. ഫ്ലോട്ടിംഗ്. ഓക്കെ, നമ്മുടെ ടങ്ങിന് സൗണ്ട് ബോക്സ് ഇല്ലേ, സൗണ്ട് ബോക്സ് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന, അതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു പണിയാണ് ഹയോയിഡിന് ചെയ്യാനുള്ളത്. ഒരു യു ഷേപ്പ്ഡ് ആയിട്ടുള്ളതാണ്, ഒരെണ്ണമാണുള്ളത്. ചെവിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ ചെവിയിലും 3 എണ്ണം വീതം. അപ്പോൾ 2 ചെവിയുണ്ട്, 3 × 2 6, ടോട്ടൽ നമുക്ക് 29 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 29 എന്നുള്ള കണക്ക് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുബന്ധാസ്ഥികൂടത്തിന് വിളിക്കുന്ന പേരാണ് അപ്പൻഡിക്കുലാർ സ്കെലറ്റൻ. ഏതാ അനുബന്ധാസ്ഥികൂടം? നമ്മുടെ കയ്യ്, കാല്, തോളിൽ വരുന്ന എല്ലുകൾ, ഇടുപ്പെല്ല്, ഇത്രയും ഭാഗങ്ങൾ വരുന്നതാണ് അനുബന്ധാസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് വരുന്നത് എന്ന് നോക്കി നോക്കൂ. ഫസ്റ്റ് വൺ ഈസ് പെക്ടറൽ ഗേർഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പെക്ടറൽ ഗേർഡിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, തോളെല്ല്. തോളെല്ലാണ്. തോളെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ 2 എണ്ണം, ഈ സൈഡിൽ 2 എണ്ണം, ടോട്ടൽ 4 എണ്ണമാണുള്ളത്. തോളെല്ല് 4 എണ്ണം ഈ ഭാഗത്ത് കാണുന്നതാണ് തോളെല്ല് എന്ന് പറയുന്നത്. 4 എണ്ണം വീതമാണുള്ളത്. ഇനി പെൽവിക് ഗേർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുപ്പെല്ലാണ്. നോക്കൂ, ഇവിടെ കാണുന്നില്ലേ വിരിഞ്ഞു നിൽക്കുന്നത്? ഈ ഭാഗത്ത് കാണുന്നതാണ് ഇടുപ്പെല്ല്. ഇടുപ്പെല്ല് നമുക്കൊക്കെ 2 എണ്ണമാണുള്ളത്.
2 ഇടുപ്പെല്ലുകളാണ് നമുക്ക് കാണുന്നത്. ഇനി ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലോ. അപ്പോൾ ഫോർ ലിംബ് എന്ന് പറഞ്ഞാൽ കയ്യ്, ഹൈൻ ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് എന്നാണ് അർത്ഥം. അപ്പോൾ കയ്യിലും കാലിലും എത്ര ഉണ്ടെന്ന് നോക്കാം. കയ്യില്, കാലില്. അതിൽ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഒരു കയ്യിൽ 30 അസ്ഥികൾ കാണുന്നുണ്ട്. ഒരു കയ്യിൽ 30 എണ്ണം ഉണ്ടെങ്കിൽ 2 കയ്യിൽ എത്ര എണ്ണം ഉണ്ടാവും? 60 എണ്ണം ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി കാലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു കാലിൽ 30 അസ്ഥികൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 കാലിൽ എത്ര എണ്ണം കാണും? 60 എണ്ണം കാണും. അപ്പോൾ ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കിയേ. നമ്മുടെ അനുബന്ധാസ്ഥികൂടത്തിൽ എത്ര എണ്ണം ഉണ്ട്? 4 + 2 + 60 + 60. 60 + 60 120. 120ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 126. അപ്പോൾ കിട്ടിയോ? നേരത്തെ 80 കിട്ടി, ഇപ്പം 126 കിട്ടി. ടോട്ടൽ അസ്ഥികളുടെ എണ്ണം മനുഷ്യനിൽ എത്രയാണ്? അപ്പം 206 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇതാണ് അസ്ഥിവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ അസ്ഥിവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ നമ്മൾ എയ്സ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക.